മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് RSP സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. അഴിമതി, ധൂർത്ത്, വിലക്കയറ്റം, നികുതി ഭീകരത, സ്വജനപക്ഷപാതം, വൈദ്യുതി ചാർജ് വർധന, കേരള ഭരണ തകർച്ച തുടങ്ങിയവ ആരോപിച്ച് RSP സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. ധർണയ്ക്ക് RSP സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി. ചന്ദ്രബാബു, സഖാവ് KS അനിൽകുമാർ, തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം ഇവിടെ സന്നിഹിതരായിട്ടുള്ള സമരസഹാക്കളെ, സുഹൃത്തുക്കളെ, ആമുഖമായി തന്നെ പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഈ ഉജ്ജ്വലമായ ധർണാ സമരം സംഘടിപ്പിച്ച RSP തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കേരളത്തിലെ 14 ജില്ലകളിലേക്കും 14 ജില്ലാ കളക്ടറേറ്റുകളിലേക്കും പിണറായി വിജയന് ഭരിക്കാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മാർച്ചും ധർണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാം, ഇന്നത്തെ കേരള ഭരണം എന്ത് എന്ന് ചോദിച്ചാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു രോഗി എങ്ങനെയാണ് കിടക്കുന്നത്, അതേ നിലയിലാണ് ഇന്ന് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കിടപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. സംസ്ഥാനത്ത് ഭരണം എന്നൊന്നും ഇല്ലാതായിരിക്കുന്ന സാഹചര്യം. ഇവിടെ ജില്ലാ സെക്രട്ടറിയും സ്വാഗത പ്രസംഗത്തിലുമൊക്കെ സൂചിപ്പിച്ചതുപോലെ വിലക്കയറ്റം ദുസ്സഹമാകുന്നു. ആശ്വാസം പകരേണ്ട ഒരു ഗവൺമെന്റും ഭരണാധികാരികളും ഒരു ക്രൂര വിനോദം എന്നുള്ള നിലയിലേക്ക് ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളി നീക്കുന്നു. ഇവിടെ കാതലായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൂട്ടപലായനം നടക്കുന്നു. ഒരു ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ സംഭവിക്കുന്നു. ആരോഗ്യ മേഖലയിൽ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതെല്ലാം നഷ്ടപ്പെടുമ്പോഴും ഇതിനൊക്കെ എതിരെ ഒന്നും ഒരു വാക്ക് പോലും പ്രതികരിക്കാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്: ഒരു പുതിയ മാഫിയ സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുക്കുന്നു. ഒരു മാഫിയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചു. ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കഴിഞ്ഞ ദിവസം പെരിയ കൊലക്കേസിലെ പ്രതികളെ കാസർഗോഡേക്ക് കൊണ്ടുചെന്നപ്പോൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരെയും കാണാനിടയായി. ഇന്ത്യൻ ജനാധിപത്യത്തിനോടും ഇന്ത്യൻ ജുഡീഷ്യറിയോടും കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമായിട്ടാണ് നമുക്കതിനെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം അവർ വിധി പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചവരെ സ്വാഗതം ചെയ്യുന്നു, അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു എന്ന് പറയുമ്പോൾ CPM വളർത്തിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം, ഭരണഘടനയ്ക്ക് വിലയില്ല, ആരെയും കൊല്ലാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ആ വരവേൽപ്പിനെ നമ്മൾ കാണുന്നത്. ഇന്ന് നവീൻ ബാബു അതിന്റെ പ്രിയ പത്നി സമർപ്പിച്ച കേസിൽ ഹൈക്കോടതി വിധി പറയാൻ പോവുകയാണ്. CBI അന്വേഷണത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ TP ചന്ദ്രശേഖരന്റെ ആ ക്രൂരമായ കൊലപാതകത്തിന് മുഖ്യ കണ്ണിയായിട്ടുള്ള കൊടിസുനിക്ക് മനുഷ്യത്വത്തിന്റെ പേരിൽ 1 മാസം പരോൾ കൊടുക്കാൻ തീരുമാനിച്ച നിലപാടും പരിശോധിക്കേണ്ടതാണ്. ഇതെല്ലാം തെളിയിക്കുന്നത് ഭരണത്തിലല്ല ഇവർക്ക് താല്പര്യം, പകരം ഒരു മാഫിയ സംഘം അവരുടെ പിടിയിലേക്ക് കേരളത്തെ തള്ളിവിടുന്നു എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് പിണറായി വിജയൻ സംസാരിക്കുന്നത് എന്താണ്? പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലേക്ക് ഉടുപ്പ് ഇട്ടുകൊണ്ട് ഉടുപ്പ് ഇല്ലാതെ കുറച്ചുപേര് കയറുന്നു. അത് മാത്രമാണ് ഇനിയും കേരളത്തിൽ ബാക്കി നിൽക്കുന്ന വിഷയം, അല്ലേ? എത്രയോ തവണ കഴിഞ്ഞ 8 വർഷക്കാലത്തിനുള്ളിൽ വൈദ്യുതിയുടെ ചാർജ് 5 തവണയാണ് വർദ്ധിപ്പിച്ചത്. വൈദ്യുതിയുടെ ചാർജ് അടിക്കടി ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് മൂലം കേരള ജനത ഏറെ കഷ്ടപ്പെടുന്നു എന്ന് നാം പ്രത്യേകം പറയേണ്ടതില്ല. ഏറ്റവും അവസാനം വൈദ്യുതി ചാർജ് 15 ദിവസങ്ങൾക്ക് മുമ്പാണ് വർദ്ധിപ്പിച്ചത്.